Rahmatullahi wa barakatuh. Alhamdulillah wassalatu wassalamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Ya Rabbi bil Mustafa balligh maqasidana waghfir lana ma mada ya wasi'al karami. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا يا محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ നായകൻ ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെ അഭിവന്ദ്യരായ ഖലീഫമാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെ ആശീർവാദത്തോടെ, അവിടുത്തെ അനുഗ്രഹത്തോടുകൂടെ ബഹുമാനപ്പെട്ട ഹാജി ഷെയ്ഖ് നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി അവറുകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ജീലാനി സ്റ്റഡി സെന്റർ സംസ്ഥാന കമ്മിറ്റി തിരുപ്രകാശം നിത്യവസന്തം എന്ന പ്രമേയത്തിൽ ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ സമാപന സംഗമത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സംഗമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹം വർഷിക്കുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള, അവിടുത്തെ മശായിഖുമാരുടെ സാന്നിധ്യമുള്ള, ഖുത്ബുസ്സമാന്റെ പ്രത്യേകമായ പരിഗണനയിലുള്ള ഒരു സമ്മേളനമായി ഈ സമ്മേളനത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, വിശേഷിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, നമ്മുടെ ഹാഷിം മന്നാനിയും ഷമീർ മന്നാനിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ജില്ലാ കമ്മിറ്റിയെ വിശേഷിച്ചു ഞാൻ അഭിനന്ദിക്കുകയാണ്. സഹോദരന്മാരെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ പരിചയപ്പെടുത്തിയത് ഖദ് ജാഅകും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശവും കിതാബും വന്നിട്ടുണ്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കളും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശത്തെ പരിശുദ്ധരായ ആളുകളിലൂടെ ആ പ്രകാശത്തെ കൈമാറ്റം നടത്തി. ആ പ്രകാശം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ അവസാന കണ്ണിയായി ഇവിടെ വരികയുണ്ടായി. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ അവരുടെ മുതുകിൽ ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു. ഈ പ്രകാശത്തിന്റെ ഒളി കണ്ടിട്ട് മലായികത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, എന്തുകൊണ്ടാണ് മലക്കുകൾ എന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ തസ്ബീഹ് ചൊല്ലുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
ഇത് അവസാനം വരാനിരിക്കുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പ്രകാശം നിങ്ങളുടെ മുതുകിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മലക്കുകൾ ഇങ്ങനെ തസ്ബീഹ് ചെല്ലുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ മലക്കുകളെ എനിക്ക് നേരിട്ട് കാണാൻ വേണ്ടി ഈ പ്രകാശം മുൻവശത്ത് എവിടെയെങ്കിലും ആക്കണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു ആ പ്രകാശത്തെ ആദം നബി അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി. അങ്ങനെ മലക്കുകൾ മുന്നിൽ വന്ന് തസ്ബീഹ് ചെല്ലുന്നത് നേർക്ക് നേരെ ആദം നബി അലൈഹിസ്സലാം കണ്ടപ്പോ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, എന്നാൽ ഈ പ്രകാശം അത് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവെ നീ ആക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിരുപ്രകാശത്തെ ആദം നബി അലൈഹിസ്സലാമിന് കാണാൻ വേണ്ടി അവിടുത്തെ ചൂണ്ടുവിരലിന്റെ തലഭാഗത്ത് അള്ളാഹു നിശ്ചയിച്ചു. അങ്ങനെ ഈ പ്രകാശം, ഈ തിരുപ്രകാശം ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു വഹി അറിയിച്ചു. ഈ തിരുപ്രകാശത്തെ ഏറ്റവും പരിശുദ്ധരായ ഗർഭപാത്രങ്ങളിലൂടെ പരിശുദ്ധരായ ആളുകളുടെ മുതുകിലൂടെ കടന്നു പോകണം. ആ കരാർ എടുത്തിട്ടല്ലാതെ നിങ്ങളുടെ ശേഷം വരുന്ന ആൾക്ക് കരാർ എടുത്തിട്ടല്ലാതെ അയാളെ ഒഴിവാക്കിയിട്ട് പോകാൻ പാടില്ലെന്ന് അള്ളാഹു പറയുകയുണ്ടായി. ശീസ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് ആദം നബി അലൈഹി ഇസ്ലാം ആ ഉപദേശം കൊടുത്തു. പരിശുദ്ധരായ ആ സ്ത്രീകളുടെ അവരുടെ ഗർഭപാത്രത്തിലൂടെ അല്ലാതെ ഇത് നിക്ഷേപിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം നിർദ്ദേശം കൊടുത്തു. അങ്ങനെ കാലാകാലങ്ങളിലായി ഓരോ അമ്പിയാക്കൾ ഈ പ്രകാശത്തെ നിക്ഷേപിക്കപ്പെട്ട ഇത് വഹിച്ചു കൊണ്ടുവന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കളെ അവരെ അനുധാവനം ചെയ്യലും അവരെ അംഗീകരിക്കലും അവരെ സ്നേഹിക്കലും അവരുടെ പിന്നിൽ കൂടലുമാണ് അള്ളാഹുവിലേക്കുള്ള വിജയത്തിന്റെ നിദാനമെന്ന് അക്കാലഘട്ടത്തിൽ വന്ന മുഴുവൻ അമ്പിയാക്കളും പ്രഖ്യാപിക്കുകയുണ്ടായി. ആ അമ്പിയാക്കളുടെ വരവിന് ശേഷം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേർക്ക് നേരെ തന്നെ ആ പ്രകാശവുമായി ഈ ലോകത്തേക്ക് കടന്നു വരികയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് ആരൊക്കെ അംഗീകരിച്ചോ, അവിടുത്തെ കൂടെ ആരൊക്കെ കൂടിയോ അവരെല്ലാം വിജയിച്ചു കഴിഞ്ഞു. അവിടുത്തെ ആരൊക്കെ എതിർത്തോ, ആരൊക്കെ അതിനെ അവഗണിച്ചോ, ആ തിരുപ്രകാശത്തെ ആരൊക്കെ അവഗണിച്ചോ അവർ മുഴുവനും പരാജയപ്പെടുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പരിശുദ്ധരായ ആളുകളിലൂടെയാണ് ഈ പ്രകാശധാര കടന്നു പോകുന്നത്. ഈ ആളുകളെ, പരിശുദ്ധരായ ഈ പ്രവാചകന്മാർ, ഈ പ്രകാശത്തിന്റെ വാഹകരായ ആളുകളെ ആരംഗീകരിച്ചോ അവർ വിജയിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആരാണോ ഈ തിരുപ്രകാശത്തിന്റെ വാഹകരായി വന്നത് അവർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. മഹാന്മാരായ ഔലിയാക്കൾ, ത്വരീഖത്തിന്റെ മശായിഖ്മാർ അവരായിരുന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇത്തരം ആളുകളായി കടന്നു വന്നത്. ഇവിടെ പല പ്രസ്ഥാനങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയല്ല. പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇന്ന സംഘടനയിൽ കൂടിയാൽ വിജയം വരിക്കാൻ സാധ്യമാകും, ഇന്ന മുസ്ലിയാരുടെ കൂടെ കൂടിയാൽ വിജയം വരിക്കാൻ സാധ്യമാകും, ഇന്ന പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂടിയാൽ വിജയം വരിക്കാൻ സാധ്യമാകുമെന്ന് പലരും ഉദ്ഘോഷിക്കുമ്പോൾ സത്യത്തിൽ എന്താണ്? ഈ ആളുകളൊക്കെ ഈ ഒരു തിരുപ്രകാശം അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. മുമ്പൊക്കെ പല ചർച്ചകളും നടന്ന സമയത്ത് ത്വരീഖത്തിന്റെ മശായിഖ്മാർ കാലങ്ങളിലും ഉണ്ടാകുമെന്ന് ഖുത്ബുസ്സമാൻ പ്രഖ്യാപിച്ച സമയത്ത് ആ സമയത്തൊക്കെ ത്വരീഖത്തില്ല, ഖുത്ബില്ല, ഗൗസില്ല, വലിയില്ല, അതൊക്കെ കാലം അസ്തമിച്ചു പോയി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹറാമായ ഭക്ഷണമല്ലാതെ കിട്ടാത്തതുകൊണ്ട് വലിയ പോലും ഉണ്ടാകാത്ത അവസ്ഥയാണെന്ന് പല വിഡ്ഢികളും പുലമ്പുകയുണ്ടായി. അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതോടുകൂടെ ഈ പ്രകാശം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. സത്യത്തിൽ ഈ പ്രകാശം അവസാനിച്ചു എന്ന്, ഈ തർബിയത്തിന്റെ മശായിഖ്മാർ അവസാനിച്ചു എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ ആരിഫീങ്ങൾ അതിനെ എതിർത്തത് ഫഇന്ന നൂറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഖിൻ വഖൈറുഹു ശാമിലുൻ വബറകതുഹു ആമത്തുൻ ഇലാ യൗമിൽ ഖിയാമ. മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു വളരെ ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. മഹാനവറുകൾ പറഞ്ഞു, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്രകാശം, ആ പ്രകാശവുമായിട്ടാണ് തർബിയത്തിന്റെ മശായിഖ്മാർ കടന്നു വരുന്നത്. അതുകൊണ്ട് അത് ഖിയാമത്ത് നാൾ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഉണ്ടാകും. അതുകൊണ്ട് ആ പ്രകാശമുള്ള കാലത്തോളം തർബിയത്തിന്റെ മശായിഖ്മാരും ഈ ലോകത്തുണ്ടാകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. സഹോദരന്മാരെ, സംഘടനയുടെ കൂടെ
സംഘടനകളുടെ കൂടെ കൂടിയാൽ അള്ളാഹുവിനെ കിട്ടുമെന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ലോകത്തൊരു ആരിഫീങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടില്ല. സംഘടനക്കാരുടെ വാറോലകളും അവരുടെ വാചക കസർത്തുകളുമല്ലാതെ ആദർശപരമായി അതിന് യാതൊരു പിൻബലവുമില്ല. എന്നാൽ ഈ ലോകത്തിന്റെ ഖുത്ബുൽ അഖ്താബ് എന്ന് മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിച്ച ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകളുടെ പ്രഖ്യാപനം എന്താ? നിങ്ങൾ സംഘടനകളുടെ കൂടെ കൂടിയാൽ, നിങ്ങൾ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് വിജയം കിട്ടും, നിങ്ങൾക്ക് അല്ലാഹുവിനെ കിട്ടും എന്നല്ല. മറിച്ച് മഹാനായ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പ്രഖ്യാപിച്ചത് ഫൽ മശായിഖു ഹുമുത് ത്വരീഖു ഇലല്ലാഹി അസ്സ വജല്ല. ലോകത്ത് ഏത് കിതാബിലോ ഏത് ആരിഫീങ്ങളോ ഏത് ഔലിയാക്കളോ സംഘടനയുടെ കൂടെ കൂടിയാൽ വിജയം വരിക്കുമെന്ന് പറഞ്ഞവരുണ്ടോ? ഇല്ല. മറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു, സംഘടനകളല്ല അതിനുള്ള വഴി, അള്ളാഹുവിനെ ലഭിക്കാനുള്ള വഴി ത്വരീഖത്തിന്റെ മശായിഖുമാരാണ് അള്ളാഹുവിനെ ലഭിക്കാനുള്ള വഴി എന്ന് വളരെ വ്യക്തമായി പച്ചയായി മഹാനായ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നിപ്പോ ആദ്യമൊക്കെ ഖുത്ബുസ്സമാൻ ഈ തിരുപ്രകാശം അവസാനിച്ചിട്ടില്ല, ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചപ്പോ അത് അവസാനിച്ചിരിക്കുന്നു. അതൊക്കെ ഇപ്പോ കുട്ടികൾ കളിക്കുന്നത് പോലെ, കുട്ടികൾ ചക്കരപ്പുട്ടും തേങ്ങാപ്പുട്ടും ഒക്കെ കളിക്കുന്നത് പോലുള്ള ഒരു കളിയാണ് തർബിയത്തിന്റെ ശൈഖ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പൊ എവിടെ എത്തി? കുറെ ഖമറുൽ ഉലമയും അതുപോലെ ശംസുൽ പല ഉലമകളും പല പേരിട്ടുകൊണ്ട് അവരൊക്കെ രംഗത്ത് വന്നു. പക്ഷേ അതൊന്നും സമൂഹത്തിന്റെ ഇടയിൽ വിലപ്പോവില്ല. ജനലക്ഷങ്ങൾ ഖുത്ബുസ്സമാന്റെ തിരുസാന്നിധ്യത്തിലേക്ക് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് കണ്ടപ്പോ അടവുകൾ പലതും മാറ്റി. എന്നാൽ ഞങ്ങൾ തന്നെയാണ് ത്വരീഖത്തിന്റെ ശൈഖുമാർ എന്ന് പലരും പ്രഖ്യാപിച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയതാ ഇപ്പൊ പുതിയ അടവ് വീണ്ടും വന്നിരിക്കുന്നു. ഖുത്ബുസ്സമാൻ മഹാനായ ശൈഖുന ഖുത്ബുസ്സമാനാണെന്ന് അവിടുന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോ എന്താ? മഹാനായ ഖുത്ബുൽ അഖ്താബാണെന്ന് പ്രഖ്യാപിച്ചില്ലേ? അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാ ഔലിയാക്കൾ പ്രഖ്യാപിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം അവർ പ്രഖ്യാപിക്കുക. ഏതെങ്കിലും അസ്മാപതിയുടെ കോലം കെട്ടികൾക്ക് പതിച്ചു നൽകാനുള്ള ആലങ്കാരിക സ്ഥാനമല്ല ഖുത്ബുസ്സമാൻ. ഖുത്ബുസ്സമാന്റെ ജീവിതവും ചരിത്രവും പഠിക്ക്. അനൗൺസിൽ പിറക്കുന്ന സ്ഥാനമല്ല ഖുത്ബുസ്സമാൻ എന്ന് പറഞ്ഞത്. മഹാനായ ഖുത്ബുസ്സമാൻ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയുണ്ടായി, എന്റെ 15 വയസ്സ് മുതൽ ഇന്ന് വരെ ഒരൊറ്റ ശ്വാസം പോലും അള്ളാഹുവിന്റെ ദിക്റിലായിട്ടല്ലാതെ കടന്നു പോയിട്ടില്ലെന്ന് മഹാനായ ഖുത്ബുസ്സമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അതാ ഖുത്ബുസ്സമാന്റെ ചരിത്രം. ഏതെങ്കിലും പള്ളിയിൽ ദർസ് നടത്തി, കുറെ അസ്മാപതിന്റെ ചികിത്സയും നടത്തി, കസാരയിൽ കൊള്ളാത്തത്ര തടിയുണ്ടായത് കൊണ്ട് ഖുത്ബുസ്സമാൻ എന്ന് പേരിടാൻ പറ്റില്ല. ഇതാരെങ്കിലും പതിച്ചു നൽകുന്ന സ്ഥാനമല്ല. ഇപ്പോ അത്തരം ആളുകൾക്ക് ഇനി വരാനിരിക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ പ്രവാചകനായി വന്നപ്പോ കള്ളപ്രവാചകനായി വന്ന മുസൈലിമത്തുൽ കദ്ദാബിന്റെ അവസ്ഥയായിരിക്കും അത്തരം ആളുകൾക്ക് ആദർശത്തിന്റെ അടർക്കളത്തിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ താക്കീത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ പരിശുദ്ധ കലിമ സദാസമയം കൊണ്ടു നടക്കാനുള്ള വളരെ വ്യക്തമായ സൂത്രവാക്യം പഠിപ്പിക്കാൻ വേണ്ടി ഖുത്ബുസ്സമാൻ ഇവിടെ കടന്നു വന്നപ്പോ ഖുത്ബുസ്സമാൻ ആരെങ്കിലും ആക്രമിച്ചോ? ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തോ? എന്തെങ്കിലും ഫിത്നകൾ ഉണ്ടാക്കിയോ? ഒന്നും ചെയ്തില്ല. ജനങ്ങളെ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടുപ്പിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അള്ളാഹുവിനെയും സ്നേഹിക്കാനും അത് പ്രാവർത്തികമായി ചെയ്യാനും പഠിപ്പിച്ചു എന്നൊരു തെറ്റല്ലാതെ മറ്റൊന്നും ഖുത്ബുസ്സമാൻ ചെയ്തിട്ടില്ല. അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെ ചെയ്തു? ആദർശം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ കായിക ബലം കൊണ്ട് പല അവിദ്യകളും കാണിച്ചു. അതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ പരിശുദ്ധ തൗഹീദിനെ തകർക്കാൻ ഒരിക്കലും ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ തകർക്കാൻ സാധിക്കുമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന തൗഹീദിനെ തകർക്കാൻ നമ്രൂദിന് സാധിക്കണമായിരുന്നു.
മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന തൗഹീദിനെ തകർക്കാൻ ഫറോവക്ക് സാധിക്കുമായിരുന്നു. അവർക്കൊന്നും സാധിക്കാത്തത് ഈ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഞാഞ്ഞൂളുകൾക്ക് ഒരിക്കലും സാധ്യമല്ല. എന്നിട്ട് രാഷ്ട്രീയക്കാരും പ്രമുഖന്മാരും ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോ എന്തെങ്കിലും പച്ച കളവുകൾ ഉണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചോ? അതൊന്നും വില പോവില്ല. അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ. മഹാനായ ഖുത്ബുസ്സമാൻ അവിടുന്ന് ഈ പ്രസ്ഥാനം നേതൃത്വം വഹിക്കുന്നത് അത് പരിശുദ്ധ തൗഹീദിന് വേണ്ടിയാണ്. മനുഷ്യന്റെ ശരീരം, ആ ശരീരം ഖബറിലേക്ക് പോകുമ്പോ അവന്റെ ആത്മാവാണ് അള്ളാഹുവിലേക്ക് പോവുക. ആ ആത്മാവിനെ ഇബാദത്തിലായി മുഴുകാനുള്ള അവസരമാണ് ഖുത്ബുസ്സമാൻ സൃഷ്ടിക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോ ഇത് ഈ സത്യം ഇന്ന് ഞാൻ സുദീർഘമായി പറയുകയല്ല. ഈ സത്യം ഇന്ന് എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ പണ്ഡിത സംഘടനകൾക്കും, ആനകൾക്കും, ദക്ഷിണകൾക്കും, ഏപ്പിക്കും, ഈക്കും ഒക്കെ എല്ലാ ആളുകൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഇപ്പോ ആദർശപരമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇങ്ങനെ സത്യം ബോധ്യപ്പെട്ടിട്ടും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഖുത്ബുസ്സമാനെതിരെ കൊഞ്ഞനം കുത്തുമ്പോ അതിനെ തടുത്തു നിർത്താൻ നിങ്ങൾ രംഗത്ത് വരാതെ അതിന് ഓശാന പാടാൻ നിന്നാൽ നിങ്ങളുടെ അന്ത്യം അപകടകരമായിരിക്കുമെന്നതിൽ സംശയം വേണ്ട. ഇപ്പൊ എന്താ അവസ്ഥ? ലോകത്ത് ആകെ പ്രതിസന്ധി കൊണ്ട് ജനങ്ങൾ വീർപ്പുമുട്ടുകയാണ്. ഇത്തരം പണ്ഡിത സഭകൾക്കൊക്കെ സത്യം മനസ്സിലായിട്ട് ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലതഅമുറുന്ന ബിൽ മഅറൂഫി വല തൻഹുന്ന അനിൽ മുൻകരി ഔ ലയബഅസന്നല്ലാഹു അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ തദഊനഹു ഫലാ യസ്തജീബു ലഹു ഇലക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണം. തൗഹീദുമായി യുഗപുരുഷന്മാർ, ആത്മീയ നായകന്മാർ തൗഹീദ് ജനങ്ങളുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കാൻ അവർ രംഗത്ത് വരുമ്പോൾ അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. ആ നന്മ കൊണ്ട് കൽപ്പിക്കുന്നില്ലെങ്കിൽ തിന്മ കൊണ്ട് നിങ്ങൾ വിരോധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ചീത്ത പറഞ്ഞുകൊണ്ട് ആളുകൾ നടക്കുമ്പോൾ അതിനെ നിങ്ങൾ വിരോധിച്ചില്ലെങ്കിൽ, അള്ളാഹു അവനിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ ഇറക്കും. ആ ശിക്ഷകളുടെ രൂപമല്ലേ സഹോദരങ്ങളെ പല രൂപത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. ഈ സംഗമത്തിൽ സ്വാഗതം ആശംസിക്കലാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ എല്ലാമായ പരിശുദ്ധരിൽ പരിശുദ്ധരായ മഹാനായ ഖുത്ബുസ്സമാൻ മഹാനവറുകൾ അവരെ സ്വാഗതം ചെയ്യുന്നു. മഹാനവറുകളുടെ ആ തിരുത്തണലിലായി, അവിടുത്തെ തിരുനോട്ടത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ താഴത്തിലായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവിടുത്തേക്ക് എല്ലാവിധ ദർജകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ തിരുനോട്ടത്തിൽ സദാസമയം ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ യോഗത്തിൽ, ഈ സംഗമത്തിൽ പ്രാർത്ഥന നടത്തിയ സയ്യിദ് ഹുസൈൻ കോയ തങ്ങൾ തിരുവനന്തപുരം, അദ്ദേഹത്തെ ഈ യോഗത്തേക്ക് ഖുത്ബുസ്സമാൻ മഹാനവറുകളുടെ ഖലീഫയാണ്. മഹാനവറുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ ഔപചാരിക അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഖുത്ബുസ്സമാൻ ശൈഖുനാ അവറുകളുടെ ഖലീഫ ഔസിയ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് ഇസ്മായിൽ ഉസ്താദ് കിടങ്ങഴി ഉസ്താദ് അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രമേയ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിന്റെ ജിഹയായ ഷെയ്ഖ് ഫദ്ലുല്ലാഹ് ഫൈസി വലിയോറ ഖുത്ബുസ്സമാന്റെ ഖലീഫയാണ്. അവരെയും ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയ സ്നേഹിതൻ, നമുക്ക് സുപരിചിതനായ തിരുവനന്തപുരത്തൊക്കെ പല ഹസ്രത്തുമാരും രംഗപ്രവേശം ചെയ്തപ്പോ അവരുടെയൊക്കെ വായ അടപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ബാസ് ഫൈസി വഴിക്കടവ്
അവരുടെയും ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടരായ ഷെയ്ഖ് സയ്യിദ് പൂക്കോയ തങ്ങൾ ഇയ്യാട് മാനവകളുടെ ഖലീഫയാണ്. അതുപോലെ അവിടുത്തെ ഖലീഫുമാരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, ഷെയ്ഖ് അബ്ദുർ റഹീം ഹസനി ഉസ്താദ്, ഷെയ്ഖ് അബ്ദുർ റസാഖ് സഖാഫി മംഗലാപുരം, ഡോക്ടർ അബ്ദുൽ ഹക്കീം തങ്ങൾ ലക്ഷദ്വീപ്, ഷെയ്ഖ് മുഹമ്മദ് കുഞ്ഞിബാവ ഉസ്താദ് എടയൂര്, ഷെയ്ഖ് MT അഷ്റഫ് ഉദയ് വളാഞ്ചേരി, ഷെയ്ഖ് അബ്ദുസലാം ഹാജി കൊപ്പം, ഷെയ്ഖ് നാസറുദ്ദീൻ ഹാജി കൊല്ലം, അതുപോലെ ജീനാലി സ്റ്റഡി സെന്ററിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും നമ്മുടെ പ്രസ്ഥാന രംഗത്തെ പൊതു താരോദയവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ബുഖാരി തങ്ങൾ കുഞ്ഞിത്തങ്ങൾ അവരുടെയും ഈ യോഗത്തിലേക്ക് വിനീതമായി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വളരെ പ്രയാസവും സഹിച്ച് പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന പ്രിയ ഖാദിരി സഹോദരങ്ങൾക്കും ഈ സത്യസന്ദേശം ഉൾക്കൊള്ളാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ പൊതുജന സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക്